ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം. അടുത്തതായിട്ട് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെയും കോൺഗ്രസിൻ്റെയും തലമുതിർന്ന നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകൾ ശ്രീമതി പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി വലിച്ചെറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത കാവ്യ പതാകയുമായി നമ്മുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. ശ്രീമതി പത്മജ വേണുഗോപാലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലിരിക്കുന്ന സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വനിതകളുണ്ട്, വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും വനിതകളുണ്ട്. പക്ഷേ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേനെ നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടോ? കെ കരുണാകരൻ്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ ഒരു മൂലയ്ക്ക് കസേര ഇട്ട് തരും. ബാക്കിയുള്ളവർ ഇരിക്കാൻ പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് അധികം മുഴുവൻ പുരുഷന്മാരാണ്. സ്ത്രീകളെ അപമാനിക്കുക, വേദനിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, ഇതെല്ലാം സഹിച്ച് നിന്ന ഒരാളാണ് ഞാൻ ഒരു പാർട്ടിയും ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ ഞാൻ കുറേ എല്ലാ പാർട്ടികളെ പറ്റിയും പഠിക്കുന്ന ഒരാളാണ്. എന്നെ ആകർഷിച്ചത് മോദിജി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ കുടുംബം ഭാരതം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായി ചേരാൻ ഞാൻ അന്ന് തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് ഭാരതമാണ്. ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം, ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പദ്ധതികൾ. കാരണം ഏറ്റവും അധികം കേരളത്തിൽ വികസനം ചെയ്ത ഒരു പിതാവിൻ്റെ മകളാണ് ഞാൻ. അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരാണെങ്കിലും അതിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് BJP? ഞാൻ അവരോടും പറഞ്ഞ ഉത്തരം അതാണ്. കാരണം ഞാൻ BJP എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ മോദിജിയെ സ്നേഹിക്കുന്നു. കാരണം അതിന് നല്ലൊരു നായകൻ വേണം. അത് ഏത് പാർട്ടിക്കായാലും വേണം. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് നല്ലൊരു നേതൃത്വമാണ്. നമ്മൾ ഡൽഹിയിൽ പോയാൽ പണ്ടത്തെ കാലത്തൊക്കെ എത്രയോ അധികം നല്ല നേതാക്കളെ കാണുകയായിരുന്നു. അവരെല്ലാം പൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം AICC ആസ്ഥാനം അടച്ചു പൂട്ടേണ്ടി വരും. കാരണം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ AO ഹ്യൂമും പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു പ്രമുഖനായിട്ടുള്ള നേതാവും അവിടെ പോയിട്ട് ഒരാൾ പാർട്ടി ഉണ്ടാക്കി, ഒരാൾ പാർട്ടി നശിപ്പിച്ചു. അവസാനം ഈ രണ്ടുപേരുടെ ഫോട്ടോ മാത്രം എൻ്റെ മുമ്പിൽ കാണാം. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞു വിടുക പാർട്ടിയിൽ നിന്ന്. ഇപ്പം ഞാൻ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലരും എന്നെ വിളിച്ചു. ശരിയാണ്, കോൺഗ്രസ് വിളിക്കാത്ത ഒരാളുണ്ട്, അത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയാം. അപ്പം പിന്നെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എനിക്കെതിരെ കിടന്ന് ചിലയ്ക്കുന്നത്. അവർക്കൊക്കെ ഞാനിവിടുന്ന് പോകണം. കെ കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസ്സിന് വേണ്ട. അത് കെ മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. അദ്ദേഹം പിന്നെ വൈകി മനസ്സിലാക്കില്ല. എൻ്റെ സഹോദരനാണ്, എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല, കാരണം സംസ്കാരം അതല്ല. പക്ഷെ അദ്ദേഹം വൈകി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നമുക്കറിയാം, ശ്രീ കെ കരുണാകരൻ പോയതോടുകൂടി ഒരു പ്രമുഖമായ ഒരു സമുദായം കോൺഗ്രസിൽ നിന്നകന്നു. അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കോളൂ, ഇവിടുത്തെ പ്രബലമായൊരു വിഭാഗം LDFൻ്റെ കൂടെ പോയി.
അവരും കോൺഗ്രസിൻ്റെ അകന്നു. ഇങ്ങനെ എല്ലാവരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പാർട്ടിയൊന്നും അല്ല വേണ്ടത്. അവർ വികസനം, എന്താണ് കേരളത്തിന് കിട്ടാൻ പോണേ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഞങ്ങളുടെ അടുത്ത തലമുറ, ഇന്ന് ഏത് തലമുറയാണ് ഇവിടെ പഠിക്കാൻ നിൽക്കുന്നത്? കഴിയുമ്പോഴേക്കും കാനഡയും ഇംഗ്ലണ്ടൊക്കെ പോകും. എന്തുകൊണ്ട്? ഇവിടെയുള്ള സൗകര്യമില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിജിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. കാരണം നമ്മൾ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ ഇന്ന് ഇന്ത്യ വിട്ട് പോവുകയാണ്. എന്താ പറയേണ്ടത്, അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവുന്ന ഗ്രാമങ്ങളുണ്ടെന്ന് ഇവിടെ. അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് നശിച്ച് താഴത്തെത്തി എന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് കൂടുതൽ തോന്നിയത്. കാരണം പണ്ടൊക്കെ ഈ UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ടായത് തൃശ്ശൂർ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂമുണ്ട്. അതൊന്നും ഇപ്പോൾ ആരും പറയില്ല, പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ്. കാരണം ഇപ്പോൾ വന്നവരാണ് UDF ഉണ്ടാക്കിയതെന്നാണ് അവർ ഭാവം കണ്ടാൽ തോന്നുന്നത്. ആ റൂമിൽ നിന്നുണ്ടായ UDF അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പം UDFൽ ഒന്നും നടക്കില്ല. പക്ഷെ ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറയുക, അവർ പറയണത് നമ്മൾ കേൾക്കേണ്ട ഗതികേടിലേക്ക് എത്തി. ഒരു വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇന്ന് കോൺഗ്രസിനുണ്ടോ? ഞാൻ ആ സമുദായത്തെ കുറ്റം പറയില്ല. കാരണം അവരവരുടെ മിടുക്ക് കാണിക്കുന്നു, അവരവരുടെ പാർട്ടി വളർത്തുന്നു. അതിനവരെ നമുക്ക് കുറ്റം പറയാനില്ല ഞാൻ വന്നത്. പക്ഷെ കോൺഗ്രസിൻ്റെ ഗതികേട് പറയുകയാണ് ഞാനിവിടെ. ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം താണു പോയി. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ വന്നപ്പോൾ ഇന്നലെ പത്മിനി തോമസ് ഒക്കെ തുടക്കമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഒരു തിരിച്ചു പോകാൻ വന്നതല്ല. ഞാൻ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാണ്. അറിയാമല്ലോ, ഇത്രയും ചവിട്ടും കുത്തും അപമാനവും എല്ലാം സഹിച്ച് ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു. പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട്. കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട്. അത് എത്ര വലിയ ആളുടെ മക്കളായാലും കുഴപ്പമില്ല, അത് പെണ്ണായോ തീർന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഇങ്ങനൊരു രംഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പെണ്ണുങ്ങൾ, ഇനി അഥവാ പെണ്ണുങ്ങളുടെ സീറ്റ് ഒന്ന് മുമ്പിലിട്ടാൽ നേതാക്കന്മാർ വന്ന് അത് കീറി പിന്നിലേക്ക് ഇടും. അവർ കയറിയിരിക്കും. നമ്മൾ ആരോട് ചോദിക്കും? കാരണം നമ്മുടെ പേരേ ഇല്ല, ആ പേരൊക്കെ അങ്ങ് വെട്ടും. അപ്പം ആ രീതിയിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് 50 വയസ്സിന് താഴെ എത്ര പേരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ? നമ്മളൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയാൽ യൂത്ത് കോൺഗ്രസ്സിൽ വരുന്നൊക്കെ 55-60 വയസ്സായ ആൾക്കാരാണ്. അപ്പം ആ രീതിയിൽ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. എല്ലാവർക്കും ആവശ്യമുള്ള അഹങ്കാരവും എല്ലാം ഉണ്ട്. അതായത് ഒരാൾ പാർട്ടി നന്നാക്കാനാണ് ഇന്ന് BJP ഒക്കെ ശ്രമിക്കുന്നത്. ഇവർ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം പിന്നെ നമുക്ക് മാത്രമായിട്ട് കിട്ടുമല്ലോ. പണ്ടത്തെ കാലത്ത് 2 ഗ്രൂപ്പായിരുന്നു. അത് ഒരു ആരോഗ്യകരമായ മത്സരം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാണ്. രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര എന്ന് ആരെയും കാണുമോ, കണ്ട് ചിരിച്ചാൽ മറ്റാൾ എന്നോട് പിണങ്ങി. അപ്പം അതുകൊണ്ട് കഴിയണതും ഞാനിപ്പോൾ ഒന്നിനും പോവാറില്ല. മനസ്സും അടുത്ത് രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോകാൻ നിന്ന ഒരാളാണ്. പക്ഷേ കുറേ കാലങ്ങളായി സത്യം പറഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളും അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത, എന്താ പറയുക, നമുക്ക് കുടുംബം കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ്. അപ്പം ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനി ആരോടും എന്നോട് എന്തിനാ BJP വന്നതെന്ന് ചോദിക്കേണ്ട, അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഞാൻ വന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അനിൽ ആൻ്റണി, ഞങ്ങളുടെ അച്ഛന്മാർ ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട്. 2 പേര് അത്യാവശ്യം ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങൾ മക്കൾ തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു. ഇവർ ഗ്രൂപ്പ് കളിക്കും, ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും. അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആൻ്റണി ഞാൻ വിളിക്കാതെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് വരുന്ന എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറന്നിരിക്കും.
അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി. ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് BJP എത്താൻ. ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ്. എൻ്റെ പിന്നാലെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക. അതെൻ്റെ മഹത്വമല്ല, ഞാൻ പാവം. കാരണം അവർ പറയണ്ടല്ലോ, പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന്. പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്ക് ഇലക്ഷൻ കഴിയും പറയാം എന്താണെന്നുള്ളത്. വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർ അറിയാം, നേതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം സങ്കടത്തോടുകൂടി എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമല്ല, ഇത്രയും കാലം കെ കരുണാകരൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയതിൻ്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത്. അച്ഛനൊരു രാഷ്ട്രീയത്തിലൊരു എന്താ പറയുക, എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു. അത് മുഴുവൻ കൂടെ ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കാരണം അവർ സമ്മതിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാ പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്. ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ്. എന്തുകൊണ്ടാണ് PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്തത്? വേറെ ആരും പറഞ്ഞാലും എന്നെ പറയില്ല അദ്ദേഹം, കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. അപ്പം ആരോ പറഞ്ഞു PC ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ രാഷ്ട്രീയ ആയാലും എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക്. അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും, വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പം 7 ദിവസമായി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിവില്ലാത്തതാണെങ്കിൽ എന്നെ എന്തിനാ ചീത്ത പറഞ്ഞാൽ എന്നെ വിട്ടൂടെ? എന്നെങ്ങനെ ദിവസം കാരണം ഉണ്ടാക്കി ചീത്ത പറയാം? ഈ പറയുന്ന ആളുകളാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്, അറിയോ? നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നതെന്ന് നോക്കിക്കോ, അവരാണ് എന്നെ പുറത്താക്കിയതിൻ്റെ പിന്നിൽ. അതിൻ്റെ കാര്യം എന്നെങ്കിലും ഞാൻ ഇത് തുറന്നു പറയാണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാവരും വിചാരിച്ചു എല്ലാ ചവിട്ടും കുത്തും കൊണ്ട് ഞാനിവിടെ കിടക്കുന്നു. അതില്ലാന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് എനിക്കുണ്ട്. അത് പറഞ്ഞിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങേ ലോകത്ത് പോയാൽ എനിക്ക് മോശം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയും ചതികൾ സഹിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ സങ്കടപ്പെട്ടും കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. എത്രമാത്രം അപമാനം എൻ്റെ അച്ഛൻ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ ശപിക്കില്ല. അച്ഛനറിയാം ഞാൻ അത്രമാത്രം സഹിച്ച ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സഹായവും മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഈ പാർട്ടിക്ക് ഞാൻ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഞാൻ പ്രചരണത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങൾ അനിൽ ആൻ്റണീനെ ജയിപ്പിക്കണം. അനിൽ ആൻ്റണിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊരു ഉത്തരവ് പറയാനുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും 2 മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരും കേട്ടോ, പേടിക്കണ്ട. അടുത്ത് കുറേ പേര് നിൽക്കുന്നുണ്ട്. ഈ ഞങ്ങൾ കുടുംബത്തിൽ ഇപ്പോൾ AK ആൻ്റണി ആണെങ്കിലും കെ കരുണാകരനാണെങ്കിലും വീട്ടിൽ രാഷ്ട്രീയക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കണ്ടു പഠിച്ചത് വീട്ടിലെ രാഷ്ട്രീയമാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ പിതാവ് MLA ആണ്. പിന്നെ 5 വയസ്സിൽ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം ആയതുകൊണ്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മാത്രം തരണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എല്ലാ ഉയർച്ചയ്ക്കും ഒരു പതനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരാളായിട്ട് ഞാനുണ്ടാവും. ഞാൻ പറയും 9 വയസ്സ് തൊട്ട് 90 വയസ്സുകാരുടെ പത്മേച്ചിയാണ് ഞാൻ, നിങ്ങളുടെയും പത്മേച്ചിയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി എന്നെ അംഗീകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനിൽ ആൻ്റണീനെ ജയിപ്പിക്കണം, അതെൻ്റെ അനിയനാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ
ആദ്യമായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥിയും പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിട്ടുള്ള യുവാക്കളുടെ പ്രതീകമായിട്ടുള്ള ശ്രീ അനിൽ കെ ആന്റണിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. भारत माता की, भारत माता की, नरेंद्र मोदी जी की, भारत माता की, वंदे वंदे वंदे. ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ഇങ്ങനെയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതിന് പാർട്ടിയുടെ നേതൃത്വത്തിന് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ പാർട്ടി, ഞാൻ പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്രമോദി എന്ന ഈ നേതാവ്, ഇവർക്ക് മറ്റ് പാർട്ടിക്കാരിൽ നിന്നും മറ്റ് നേതാക്കളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ശ്രീ മോദിജി ആയാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി 1980 തന്നെ രൂപീകരണ സമയത്ത് ചില കാര്യങ്ങൾ വ്യക്തമായി പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിയും. ഈ കൊല്ലം ജനുവരി 22 ശ്രീ നരേന്ദ്രമോദിജി ആ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി. അതുപോലെ പാർട്ടിയുടെ സ്ഥാപന സമയത്ത് തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 370 നമ്മൾ മാറ്റും. അതും ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന രണ്ടാമത്തെ ടേമിൽ നമ്മൾ അനുച്ഛേദനം ചെയ്ത് കഴിഞ്ഞു. ഈ ടേമിൽ നമ്മൾ പറഞ്ഞു CAA നടപ്പിലാക്കും. അത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇതുപോലെ ശ്രീ നരേന്ദ്രമോദിജിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. 2014 ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് ഭാരതത്തെ നയിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, അച്ഛാ ദിൻ ആ രഹേ ഹൈ, അച്ഛാ ദിൻ ആ രഹേ ഹൈ. കഴിഞ്ഞ 10 വർഷത്തിൽ ഭാരതം കണ്ടത് ഭാരതത്തിന്റെ 75 വർഷത്തിലെ ഏറ്റവും വലിയ 10 വർഷത്തെ സുവർണ കാലമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വർഷത്തിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതം ബ്രിട്ടനെ മറികടന്ന് ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറി. ഇതുപോലെ GDP വർധനയുടെ കൂടെ തന്നെ എല്ലാ മേഖലയിലും വലിയ വലിയ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് നമ്മൾ കണ്ടത്. ചില ഉദാഹരണങ്ങൾ, 2014 ഇന്ത്യയിൽ 7 IITകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് 3 ഇരട്ടിയിലധികമായി 21 IITകളുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8 ആയിരുന്നു, ഇന്ന് അത് 25 3 ഇരട്ടി പിന്നെയും വർദ്ധിച്ചു. എയർപോർട്ടുകൾ 74 ആയിരുന്നു, ഇന്നത് 150 അധികമായി. മെഡിക്കൽ കോളേജ് ഏകദേശം 300-നടുത്തായിരുന്നു, ഇന്നത് 600-ലധികമായി. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വളർച്ചയുടെ കൂടെ തന്നെ മോദിജിയുടെ സങ്കല്പം, അതായത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ഈ മോദിജിയുടെ സങ്കല്പം
ഈ സങ്കല്പത്തിൽ ഭാരതത്തിലെ 140 കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായി അദ്ദേഹം 67 വർഷത്തിൽ കാണാത്ത രീതിയിലുള്ള ഓരോ വെൽഫെയർ സ്കീമുകളും എംപവർമെന്റ് സ്കീമുകളും സശക്തീകരണ സ്കീമുകളും അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ഏകദേശം 300ഓളം പുതിയ സ്കീമുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ചിലത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിൽ 4 കോടിയോളം ഭവനങ്ങളാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ഏകദേശം 11 കോടി ശൗചാലയങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് 10 കോടിയോളം വീട്ടിലേക്കാണ് നമ്മൾ ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്കീമായി മാറി. ഇന്ന് 55 കോടി ഗുണഭോക്താക്കളാണുള്ളത്. അതുപോലെ ഏതാനും 2-3 മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് ഏകദേശം 80 കോടിയോളം ഭാരതീയർക്കാണ് റേഷൻ സ്കീം 5 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു വശത്ത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളർച്ച, മറുവശത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇതുപോലത്തെ സശക്തീകരണ സ്കീമുകൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് ഇങ്ങനെ ഭാരതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം മലയാളികളാണ്. ഇന്ന് കേരളം മാത്രം ഓരോ ദിവസവും ഓരോ മാസവും പുറകോട്ട് പോകുന്ന ഒരു നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ യുവജന തൊഴിലില്ലായ്മ നിരക്കുള്ള 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. RBIയുടെ കണക്കനുസരിച്ച് ഏറ്റവും മോശം വളർച്ചാ നിരക്കുള്ള 3 വലിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. ഇപ്പോൾ ഇത് ടെക്നോളജിയുടെ കാലമാണ്. ഈ ടെക്നോളജിയുടെ കാലത്ത് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നമ്മളിന്ന് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ശക്തിയായി മാറിക്കഴിഞ്ഞു. 11ാം സ്ഥാനമായിരുന്നു, ഇന്ന് 3ാം സ്ഥാനമായി കഴിഞ്ഞ 10 വർഷത്തിൽ. ഇപ്പം ഏകദേശം 10 വർഷം മുമ്പ് ശ്രീ മോദിജി ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ 500ഓളം സ്റ്റാർട്ടപ്പുകളായിരുന്നു. ഇന്ന് അത് ഏകദേശം 1 ലക്ഷത്തിലധികമായി. ഈ സ്റ്റാർട്ടപ്പ് രംഗത്ത് മാത്രം ഏകദേശം 40 ലക്ഷത്തോളം യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ പല സിറ്റികൾ, ഇപ്പം പല നഗരങ്ങളിൽ, പല പ്രദേശങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ 20, 22, 25 വയസ്സുള്ള ഇന്ത്യൻ ചെറുപ്പക്കാർ ഇന്ന് സ്റ്റാർട്ടപ്പുകൾ, ഹൈടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നു. അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഈ 20, 22, 25 വയസ്സുള്ള ചെറുപ്പക്കാർ അവർ ഇന്ന് ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് വിക്ഷേപണം പോലും നടത്തുന്നു. ഈ അവസരത്തിൽ കേരളത്തിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ സർവകലാശാലയിൽ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI ഭീകരർ നമ്മുടെ യുവതി യുവാക്കൾ, ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുന്നൊരു സിറ്റുവേഷനാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് ശ്രീ മോദിജിയുടെ നേതൃത്വത്തിൽ ഓരോ വളർച്ച ഓരോ രംഗത്തും നടക്കുകയാണ്. ഇന്ന് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച്, നമോ ഡ്രോണുകൾ ഉപയോഗിച്ച് കർഷകർക്ക് ഇന്ന് നമ്മൾ നാനോ ഫെർട്ടിലൈസർ വരെ കൊടുക്കുന്നു. കഴിഞ്ഞ 10 വർഷം പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായി 11 കോടിയോളം കാർഷിക കുടുംബങ്ങൾക്ക് 3 ലക്ഷത്തോളം കോടിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ കർഷക കുടുംബങ്ങൾ അവർ ദുരിതത്തിലാണ്. റബ്ബർ കാർഷികർ ദുരിതത്തിലാണ്. ഇവിടെ കേരളത്തിൽ ഇന്ന് ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ച് BJP സർക്കാരുകൾ നാനോ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ കേരളത്തിൽ കർഷകർ വന്യമൃഗങ്ങളുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യം കാരണം അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ നരേന്ദ്രമോദിജി നയിക്കാൻ തുടങ്ങുന്നതിന് ശേഷം ഭാരതം ഒരു കൾച്ചറൽ റീക്ലമേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അയോധ്യ ആയാലും വാരണാസി ആയാലും സോംനാഥ് ആയാലും എല്ലാം ആഗോള നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഭൂമിയാണ്. ഈ ഭൂമികളെല്ലാം നമ്മൾ റീക്ലെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമ്മൾ കേരളത്തിലേക്ക് നോക്കൂ, ഈ ഇരിക്കുന്ന പത്തനംതിട്ടയിലേക്ക് നോക്കൂ. ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഒരു ഭൂമി തന്നെയാണ് ഈ ശബരിമല. ലോകത്ത് ഓരോ വർഷവും ഇവിടെ ലോകത്ത് നിന്ന് 50-60 രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ് ഈ ശബരിമല. ഇവിടെ ശബരിമല കൂടാതെ മാരമൺ കൺവെൻഷൻ, അതുപോലെ പരിമല ദേവാലയം, ഇങ്ങനെ ഒരുപാട്
ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് അയോധ്യയിലും വാരണാസിയിലും സോംനാഥിലും പോകുമ്പോൾ നമ്മൾ 10 വരി പാതകൾ കാണുന്നു, 12 വരി പാതകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടുകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള മെട്രോ സ്റ്റേഷനുകൾ കാണുന്നു, ലോകാത്തര നിലവാരമുള്ള ഹോട്ടൽ ചെയിനുകൾ കാണുന്നു, എല്ലാവർക്കും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കാണുന്നു. പക്ഷേ ഇവിടെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഇത്രയും ആത്മീയതയുള്ള ഒരു സ്ഥലം, ഇത്രയും കൂടുതൽ ഓരോ വിശ്വാസികളുടെ പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളുള്ള ഈ സ്ഥലത്ത് ഇവിടെ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇതൊരു വാസ്തവമാണ്. ശബരിമലയിലേക്ക് പോലും ഇന്നും ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു 2 വരി പാതയാണുള്ളത്. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല, നല്ല കുറച്ച് ബസ് സ്റ്റാൻഡുകൾ പോലും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതെല്ലാം മാറാൻ സമയമായി. പക്ഷേ ഇവിടെ മാറി മാറി UDF വരുന്നു, LDF വരുന്നു. നിങ്ങൾക്കറിയാം എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. IMF പറയുന്നു, വേൾഡ് ബാങ്ക് പറയുന്നു, എല്ലാവരും പറയുന്നു നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്ലോബൽ ഇക്കോണമിയാണ്. വി ആർ ദ ലോൺ ബ്രൈറ്റ് സ്പോട്ട് ഇൻ എ വെരി ടർബുലന്റ് വേൾഡ്. ഇതാണ് IMF പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും കേരളം പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ മാറും? ഇവിടെയുള്ള ഈ ജനപ്രതിനിധികൾ ഇത് മാറ്റുമോ? ഇവിടെയുള്ള UDFും LDFും ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ, എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇവർക്കൊന്നും വികസനം താല്പര്യമില്ല. ഇവർ മാറി ഇവർ വർഗീയത കുത്തിവെക്കുന്നു, ഇവർ പ്രീണന രാഷ്ട്രീയം നടത്തുന്നു. ഇവർ പ്രീണന രാഷ്ട്രീയം നടത്താൻ മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടു കാണും. 2 ദിവസം മുമ്പ് എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണി ഇവിടെ 15 വർഷം MP ആയിരുന്ന വ്യക്തിയാണ്, 3 തവണ MP ആയ ഒരു വ്യക്തിയാണ്. പക്ഷേ 2 ദിവസം മുമ്പ് അദ്ദേഹം പാകിസ്ഥാൻ എന്ന നമ്മുടെ അയൽ രാജ്യം കഴിഞ്ഞ 3-4 ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ക്രോസ് ബോർഡർ ടെററിസം ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ തന്നെ ഒരു കേന്ദ്രമന്ത്രി പാകിസ്ഥാനിന്റെ പാർലമെന്റിൽ പറഞ്ഞത് ഇത് അവരുടെ വിജയമാണെന്നാണ്. ഇതാണ് പാകിസ്ഥാന്റെ ഒരു മന്ത്രി പാകിസ്ഥാന്റെ പാർലമെന്റിൽ പറഞ്ഞത്. എന്നിട്ട് ശ്രീ ആന്റോ ആന്റണി 2 ദിവസം മുമ്പ് പറയുന്നു ഇതിൽ പാകിസ്ഥാൻ എന്താണ് പങ്ക്? അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ പ്രൊമോഷൻ രാജ്യങ്ങളിലൊന്നായ പാകിസ്ഥാനെ എവിടെന്നുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി, തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി വെള്ളപൂശാനാണ് ഈ ശ്രീ ആന്റോ ആന്റണി ശ്രമിച്ചത്. അതുപോലെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ വഴി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി ജീവൻ പോലും ബലിദാനം കഴിക്കുന്ന ലക്ഷക്കണക്കിന് ജവാന്മാരെയും ലക്ഷക്കണക്കിന് ആന്റി ടെററിസ്റ്റ് ജവാന്മാരെയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭടന്മാരെയും എല്ലാമാണ് ആക്ഷേപിച്ചത്. ഇതുപോലെ ഒരാൾ ഇനിയും പാർലമെന്റിൽ പോണോ എന്നത് ഇവിടുത്തെ ജനങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതുപോലെ ശ്രീ തോമസ് ഐസക് അദ്ദേഹം ഇന്നും പറയുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്നു നമ്മളിവിടെ CAA നടത്താൻ സമ്മതിക്കില്ല. ഇവരെന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ പൗരത്വം കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റിനല്ലാതെ മറ്റാർക്കും ഒരു റൈറ്റുമില്ല, അവർക്ക് സാധിക്കില്ല. അപ്പോൾ കേരളത്തിലോ തമിഴ്നാടിലോ വെസ്റ്റ് ബംഗാളിലോ എവിടെയെങ്കിലും ഈ ഇന്ത്യ മുന്നണിയിലുള്ള ആരെങ്കിലും പറയുന്നു അവർ CAA നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രം, ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണിത്. ഇത് ആരും കാര്യമായി എടുക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, CAA നടപ്പാക്കി കഴിഞ്ഞു, അത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. അത് തടുക്കാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെ ഈ പ്രീണന രാഷ്ട്രീയം കളിച്ച് ഇവിടെ ഒരിക്കലും വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല. സാധ്യമല്ലാത്ത രീതിയിൽ ഇവിടെ വർഗീയവാദം കുത്തിവെക്കുന്ന ഈ LDFനെയും UDFനെയും മാറ്റാൻ സമയമായിരിക്കുന്നു. ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു സങ്കല്പമുണ്ട്. അടുത്ത 25 വർഷത്തിൽ
ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിൽ ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക, ഒരു വികസിത ഭാരതം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു വികസിത കേരളം ഉണ്ടാകാൻ, ഒരു വികസിത പത്തനംതിട്ട ഉണ്ടാകാൻ ഇവിടെ ഒരു NDA സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്കും സാമൂഹികവും സാമ്പത്തികമായിട്ട് മുന്നേറാൻ അവസരങ്ങൾ ഉണ്ടാകേണ്ടതിന്, ലോകാത്തര നിലവാരമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതിന്, നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതിന്, അതുപോലെ ഇവിടെ നല്ല മഹിളാ സുരക്ഷ ഉണ്ടാകാൻ, അതുപോലെ ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ, ഇവിടുത്തെ കർഷകർക്ക് നല്ലൊരു കാലം വരാൻ, ഇതിനെല്ലാവർക്കും ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന 20 NDA സ്ഥാനാർത്ഥികളും വിജയിച്ച് ശ്രീ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ ജനപ്രതിനിധികളാവേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ എല്ലാവരും NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി, NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, വോട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഈ മണ്ഡലത്തിൽ ശ്രീ മോദിജിയുടെ സ്ഥാനാർത്ഥി, ശ്രീ മോദിജിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥി ഞാനാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു MP വേണ്ടിയല്ല വോട്ട് ചെയ്യുന്നത്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും, അടുത്ത 5 വർഷം ഇന്ത്യ ആര് നയിക്കും, അടുത്ത 5 വർഷം ഇന്ത്യ ആര് പ്രധാനമന്ത്രിയാകും, ഇതിനു വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് കാരണം കേരളത്തിലെ ഓരോ NDA സ്ഥാനാർത്ഥിയും ഓരോ BJP സ്ഥാനാർത്ഥിക്കും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ താമര അടയാളത്തിൽ വോട്ട് ചെയ്യുമ്പോൾ, NDAക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മോദിജിക്കാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഈ കേരളം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ, ഒരു വികസിത കേരളം ഉണ്ടാകാൻ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ്. നന്ദി. ജയന്ത്. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. അടുത്തായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷനിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് 15 വർഷക്കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസമാണ്. ഇതുപോലെ തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം രാവിലെ ഒരു 6 മണിക്ക് എൻ്റെ വീട്ടിൽ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നു. ബെല്ല് കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വെള്ള അംബാസഡർ കാറ്, ആ കാറിൻ്റെ നമ്പർ 7000 എന്നായിരുന്നു നമ്പര്. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി, പപ്പ എന്തിയെന്ന് ചോദിച്ചു. എനിക്ക് ആളെ മനസ്സിലായി, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. നേരെ വന്നു, ഓടിക്കേറി വന്ന് എൻ്റെ പിതാവ് ശ്രീ PC ജോർജിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ രക്ഷിക്കണം. എന്നാ പറ്റി? ചേട്ടൻ അത്യാവശ്യമായി ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ശ്രീ അനിൽ ആന്റണിയുടെ പിതാവ് ശ്രീ AK ആന്റണിയെ ഒന്ന് വിളിക്കണം. അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞത്, AK ആന്റണിയെ ഒന്ന് വിളിക്കണം. അദ്ദേഹം അന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവുമായ AK ആന്റണിയെ ചേട്ടൻ വിളിക്കണം. എന്താ ആന്റോ പ്രശ്നം? അറിയാതെ പേര് പറഞ്ഞുപോയി. ചേട്ടൻ വിളിച്ച് എനിക്ക് സീറ്റ് കയറണം എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സീറ്റ് നിൽക്കൂ. അന്ന് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി, ഞങ്ങൾ കേരള കോൺഗ്രസിന്റെ ഭാഗമായി UDF-ലുള്ള കാലമാണ്. അപ്പൊ അതിനെന്താ വിളിക്കാം എന്ന് പറഞ്ഞ് നേരെ ഫോൺ എടുത്ത് നമ്മുടെ അനിലിന്റെ പിതാവ് ശ്രീ AK ആന്റണിയെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചു, ഈ ആന്റോ ഒക്കെ നിന്നാ ജയിക്കുവോ? അപ്പൊ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചേട്ടാ സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങോട്ട് വിട്ടേരെ, 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് ജയിപ്പിച്ച് തിരിച്ച് തന്നിരിക്കും. അദ്ദേഹം PC ജോർജ് കൊടുത്ത ആ ഒരു വാക്കാണ് അന്ന്
ഈ ആന്റോ ആന്റണി എന്ന് പറയുന്ന ഈ ദുരിതം ഈ മണ്ണിലേക്ക് ഇറങ്ങി വരാൻ കാരണം. ഇന്ന് ഞാൻ അതിനെ ഒന്ന് ചിന്തിക്കുകയാണ്. അന്ന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ മുന്നിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത PC ജോർജ് ഈ വേദിയിലുണ്ട്. അന്ന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത AK ആന്റണിയുടെ മകനെ തന്നെ അയാളെ തിരികെ വിളിക്കുവാൻ കാരണക്കാരനായി ഈ വേദിയിൽ സ്ഥാനാർത്ഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ദുരിതത്തെ തിരിച്ചു വിളിക്കുവാൻ സമയമായിരിക്കുന്നു. 15 വർഷക്കാലം ഒരു MP, നമുക്കറിയാം കേരള സംസ്ഥാനത്തിന്റെ മലയോര ജില്ലകൾ 3 1 വയനാട്, 2 ഇടുക്കി, 3 പത്തനംതിട്ട. ഈ 3 മലയോര ജില്ലകളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ജില്ല ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരമുള്ളത് പത്തനംതിട്ടയാണ്. ഒരു MP-യുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ അത് ആന്റോ ആന്റണിയോട് ചോദിച്ചാൽ പറയും ഹൈമാസ് ലൈറ്റും വെയിറ്റിംഗ് ഷെഡും. ഈ നിയോജകമണ്ഡലത്തിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിട്ടുണ്ട്. ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉണക്കിയ ബെഞ്ച് കിടപ്പുണ്ട്. ഈ 15 വർഷക്കാലത്തിനിടയിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു തുരുമ്പ് പിടിച്ച ബെഞ്ച് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ കാഴ്ചപ്പാടിൽ പിന്നെ നമ്മൾ റാന്നിന്ന് കാഞ്ഞിരപ്പള്ളി നിങ്ങൾ പോന്നാൽ വഴിയിലെല്ലാം CPM-ന്റെ MLA-മാരും ആന്റോ ആന്റണിയും മത്സരിച്ച് ഒരേ സ്ഥലത്ത് തന്നെ 2-3 വെയിറ്റിംഗ് ഷെഡുകൾ മാറി പണിത്. അപ്പോൾ റോഡേ പോകുന്നവരെല്ലാം ആന്റോ ആന്റണി എന്ന് വായിക്കും. പിന്നെ ഇലക്ഷനോട് അനുബന്ധിക്കുന്ന 6 മാസക്കാലം കൃത്യമായി എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കും. ഈ 15 വർഷക്കാലത്തിനിടയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആന്റോ ആന്റണിയെ നോക്കിക്കണ്ട എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഈ പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്നു എന്ന് ഇവിടെ പ്രമീള ചേച്ചി ഇവിടെ പറയുന്നത് കേട്ടു. പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന ആളല്ല ആന്റോ ആന്റണി. അദ്ദേഹം മൂന്നലവ് സ്വദേശിയാണ്. പക്ഷെ ഉള്ള ഗുണം അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് പോകത്തില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചേർന്ന് അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 13 കോടി രൂപ മോഷ്ടിച്ച് ആ ബാങ്ക് നശിപ്പിച്ച് ഇപ്പൊ അവിടെ മരിച്ചടക്കിന് ചെന്നാൽ പോലും നാട്ടുകാർ മുണ്ട് പറിക്കും. സത്യം, ഞാനിത് തമാശയായിട്ട് പറയുന്ന ഒരു രാഷ്ട്രീയ ആരോപണമായി പറയുന്നതല്ല. അദ്ദേഹത്തെ ഈ ഡിവിഷനിൽ പെടുന്ന പത്തനംതിട്ട ലോക്സഭാ ഡിവിഷനിൽ പെടുന്ന പൂഞ്ഞാർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. 6 വർഷക്കാലമായി റിസീവർ ഭരണത്തിലാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരനും ഇദ്ദേഹം ഉൾപ്പെടെ അവിടെ 8 കോടി രൂപയിലധികം കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അയാളെയാണോ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ജയിപ്പിക്കേണ്ടത്? അദ്ദേഹത്തെയാണോ ഇനിയും നമ്മൾ ജനപ്രതിനിധിയായിട്ട് കടത്തിവിടുന്നത്? രണ്ടാമതൊരു സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തിന് പോയ വഴിക്ക് തോമസ് ഐസക്കിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ട് ഞാൻ പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം വരെ ചിരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ വിജയിപ്പിക്കുക. ഞാൻ സത്യം പലപ്പോഴും ഓർത്തോർത്ത് പൊട്ടി ചിരിച്ചു. ഞാൻ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്ക് ഇന്ന് ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും 1,48,000 രൂപ കടക്കണിയിലാക്കിയ മനുഷ്യനാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇയാൾ കേരളത്തിൽ നിന്ന് നന്നായി. ഇയാൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞമായിരുന്നെങ്കിൽ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമായി മാറിയത്. അത് പറയാനും ഒരു ഉളുപ്പില്ല. അതാ രസം. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നു. നമുക്കറിയാം കിഫ്ബി വഴി കോടാനുകോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ദേശീയപാത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പണമാണ് ഉപയോഗിക്കുന്നത്. ജലജീവൻ പദ്ധതി അത് വലിയ തട്ടിപ്പാ, പുറകെ പറയാനുള്ളൂ, ഇനി ഒത്തിരി പറയാനുള്ളൂ. അത് ഈ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കേരളത്തിലെ ഓരോ വീടുകളിലും ജലജീവൻ പദ്ധതി, ഓരോ വീടുകളിലും വെള്ളം എത്തിക്കുക എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതി ഇവിടെ ടെൻഡർ ചെയ്യപ്പെടുന്നു.
നമ്മുടെ എവിടെയെങ്കിലും ജലജീവൻ പദ്ധതിയുടെ മൂലയിലോ മുക്കിലോ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 50% ഇന്ന് ടെൻഡർ ചെയ്തേക്കുന്നതിൽ പൂർണ്ണമായ വിഭാഗം പൈസയും കേന്ദ്ര സർക്കാരിന്റെയാണ്. അങ്ങനെ ഏതു വിധേനയും കേന്ദ്ര സർക്കാർ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ അത് ഒരിക്കലും മോഡിയുടെ പേര് വരാതെ, മോഡിജിയുടെ പേര് വരാതെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്ന് അറിയിക്കാതെ രഹസ്യമായിട്ട് വളർത്തുകയാണ്. പത്തനംതിട്ടയെ പോലെ വികസന സാധ്യതയുള്ള മറ്റൊരു മണ്ണുണ്ടോ? അയ്യന്റെ മണ്ണിൽ, ശബരിമല ശാസ്താവിന്റെ മണ്ണിൽ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇവന്മാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വർഷക്കാലം ആ പുണ്യഭൂമി ഒന്ന് ഞങ്ങളെ ഏൽപ്പിക്കട്ടെ. എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും? അത്രമാത്രം ഓരോ വർഷവും ഇവിടെ വന്നു പോകുന്ന, ഈ വർഷമൊക്കെ എന്തുമാത്രം ഇവിടെ വന്നു പോകുന്ന അയ്യപ്പന്മാർ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. ഞാൻ ഓർത്തു പോവുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന 8ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടത്തിരിക്കുന്നു. എത്രമാത്രം വലിയ കൊള്ളയാണ് ഈ സംസ്ഥാനം നടന്നുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ അടുത്ത കാലത്ത് നടന്ന ക്യാമ്പസുകളിൽ നടന്ന വലിയ വലിയ വൃത്തികേടുകളെ കുറിച്ചാണ്. ഞാൻ ഇപ്പോൾ ഓർത്തു, കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര വന്നപ്പോൾ ഞാൻ ഓർത്തുപോയി, 2003, 2004, 2005 കാലഘട്ടങ്ങളിൽ കേരളത്തില് ഏറ്റവും അധികം സമരം നടന്നത് സ്വാശ്രയ മേഖലയിലാണ്. അന്ന് ബഹുമാനപ്പെട്ട അനിലിന്റെ പിതാവ് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ അഡ്മിഷൻ സമയത്തും കൃത്യമായി SFI പ്രൊഫഷണൽ കോളേജുകൾക്കെതിരെ സമരം ചെയ്യും. എല്ലാ അഡ്മിഷൻ സമയത്തും കൃത്യമായ സമരം നടത്തും. ഒരു മെയ് മാസത്തിൽ സമരം തുടങ്ങിയാൽ ഡിസംബർ മാസം വരെ സമരമാണ്. അങ്ങനെ ഒരു 4-5 മാസം സമരം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള കുട്ടികളെല്ലാം കർണാടകയിലും തമിഴ്നാട്ടിലും പോയി അഡ്മിഷൻ എടുക്കും. അപ്പോൾ ഇവരുടെ സമരം അവസാനിക്കും. ഞാൻ പറയുന്നു, ദീർഘനാള് അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബികളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിക്കൊണ്ടാണ് SFI ഈ നാട്ടിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയും ഒറ്റുകൊടുത്തത്. ഞാൻ ഇന്ന് ഏറ്റവും പ്രതീക്ഷയോടുകൂടി BJPയെ കാണുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് ഏറ്റവും പ്രതീക്ഷയോടെ, ഇവിടെ പത്മജി സൂചിപ്പിച്ച ഒരു കാര്യം, 2026 കേരള മണ്ണിൽ BJP അധികാരം സ്ഥാപിച്ചിരിക്കുമെന്ന് പത്മജി പറഞ്ഞപ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നി. മറ്റൊന്നും കൊണ്ടുമല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മളെ എതിർത്തു തുടങ്ങിയോ നമ്മൾ രക്ഷപ്പെട്ടു എന്നതിന്റെ അർത്ഥം. കഴിഞ്ഞ കാലങ്ങളിൽ ഇവര് കമ്പ്യൂട്ടറിനെ എതിർത്തു, ഇവര് JCB എതിർത്തു. ഇവിടെ നടന്ന എല്ലാ K കരുണാകരൻ കൊണ്ടുവന്ന എയർപോർട്ട്, ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ ശവത്തിലൂടെ മാത്രമേ ഒരു ഫ്ലൈറ്റ് ഇറങ്ങൂ എന്ന് പറയുന്ന ആ എയർപോർട്ടിനെ എതിർത്തു. എന്ന് വേണ്ട, കേരള സംസ്ഥാനത്ത് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, എറണാകുളം മെട്രോയെ എതിർത്തു, വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തു. എന്ന് വേണ്ട, ഈ നാട്ടിൽ 10 ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ എന്തൊക്കെ സംരംഭങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ അതിനെ എല്ലാം എതിർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ഏറ്റവും അധികം എതിർക്കുന്നത് ആരെയാ? നമ്മളെയാണ്. BJPയെ ഇന്ന് ഭയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണാൻ തുടങ്ങിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അധികാരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ അനിൽ ആന്റണി, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമ്പോ ഇവിടെ ഹൈമാസ് ലൈറ്റുകളും വെയിറ്റിംഗ് ഷെഡുകളും മതിയോ? അതിലപ്പുറത്തേക്ക് ഈ നാട്ടിലെ വിദേശത്തേക്ക് പലായനം ചെയ്യുന്ന ചെറുപ്പക്കാരെ ഈ നാട്ടിൽ ജോലി കൊടുത്ത് നിർത്താൻ കഴിയുന്ന, ഈ നാട്ടിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന, ഈ നാടിന്റെ കാർഷിക മേഖല രക്ഷിക്കാൻ കഴിയുന്ന, ഈ നാടിന്റെ റബ്ബർ കർഷകർക്ക് തണലുവാകാൻ കഴിയുന്ന, ഈ നാട്ടിലെ കർഷകരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ കഴിയുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്നും ജയിച്ചു പോകണോ, അതോ കേരളത്തെ പട്ടിണിയിലാക്കിയ സാമ്പത്തിക സാധ്യതനും ഈ പത്തനംതിട്ടയെ കഴിഞ്ഞ 15 വർഷം പിന്നോട്ടടിച്ച AK ആന്റണിയും
ക്ഷമിക്കണം, ആന്റോ ആന്റണിയും ആണോ ഇവിടെ നിന്നും ജയിച്ചു പോകേണ്ടതെന്ന് നമ്മൾക്കുപരി ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനെയും പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ച് ചിന്തിപ്പിക്കേണ്ട കടമ കൂടി BJPയുടെ ഓരോ പ്രവർത്തകനും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി. ഹലോ 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 BDJS-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ ബൈജു കലാശാല അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള എത്രയും ആദരണീയരായിട്ടുള്ള നേതാക്കളെ, ഈ മഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആദരണീയനായ എൻ്റെ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം ഈ യോഗത്തിൽ ഞാൻ സംസാരിക്കാൻ നിർദ്ദേശിച്ചതുകൊണ്ടാണ് ഈ മഹാഭാഗ്യം എനിക്ക് ഇന്ന് ഈ യോഗത്തിൽ കൈവന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ തരുണത്തിൽ ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമാകുമ്പോൾ പറയുന്ന ഒരു പതിവ് വാക്കുണ്ട്, അത് ഈ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇക്കുറി അത് മാറി എന്നാണ് എൻ്റെ പക്ഷം. ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പൊന്നുമല്ല. രാജ്യത്തിന്റെ ഭാവി എപ്പോഴേ നിശ്ചയിച്ചു കഴിഞ്ഞു. 400 ആണോ 401 ആണോ എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്ന ചർച്ച. അതുകൊണ്ട് ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന, ഭാരതത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പൊന്നുമല്ല. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ്? നിങ്ങൾ നോക്കൂ, ആദരണീയനായ, ലോകാദരണീയനായ മോദിജിയുടെ NDAയുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അനുഭവിക്കുവാൻ വിധിയില്ലാതെ പോകുന്ന ഒരു ജനതയായി കേരള ജനത മാറിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ സാധാരണ ചെയ്യുന്ന ഒരു സ്ഥിരം നമ്പർ ഈ തെരഞ്ഞെടുപ്പിൽ പൊളിയും. ഇവിടെ ആദരണീയനായ ശ്രീ PC ജോർജ് അടക്കമുള്ള ആളുകളുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ പുലി വരുന്നേ എന്നൊക്കെ പറയുന്നത് പോലെ BJP വന്നാൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകും എന്ന് പറഞ്ഞ് വിരട്ടിയാണ് ഈ ഗുണവശങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്നും ഒരു പാവപ്പെട്ട ജനതയെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിക്കുറി നമുക്ക് അവസാനം വരുത്തേണ്ടതായിട്ട് വരും. മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് തട്ടി രാജ്യം മുഴുവൻ BJP വന്നു. ആകെ ഈ കുഞ്ഞാൽ സംസ്ഥാനം കേരളത്തിൽ മാത്രമാണ് ഇവർ തടയിട്ട് നിർത്തുന്നത്. ഇങ്ങനെ തടയിട്ട് നിർത്തുന്നത് വഞ്ചനയാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിനുണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാവേലിക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്. ഈ കേരളം അതിന് തയ്യാറെടുത്തിരിക്കുന്നു. ഞാനൊരു സാധാരണ കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഹൃദയവികാരങ്ങളുമായി താതാമ്യം പ്രാപിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. ആദരണീയനായ കുമ്മനം രാജേട്ടൻ എന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തത് തകഴിയിലെ പ്രസാദ് എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്ത കർഷകന്റെ ആ ശവകുടീരത്തിൽ അവിടെ വന്ന് അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ കർഷകന്റെ ശവകുടീരത്തിൽ നിന്നും ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടാണ് ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്.
നിങ്ങൾ നോക്കൂ, ഇപ്പൊ നവകേരളം കെട്ടിപ്പടുക്കുകയാണ് സഖാവ് പിണറായി വിജയൻ. ഒരു സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ, ചതിയുടെ, വഞ്ചനയുടെ ബലിപീഠത്തിൽ സ്വന്തം ശിരസർപ്പിക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് പ്രസാദ്. ഞങ്ങൾ ചെല്ലുമ്പോൾ രാജേട്ടനെ എന്നെയൊക്കെ കെട്ടിപ്പിടിച്ച് ആ ചേച്ചി, ഓമന ചേച്ചി പൊട്ടിക്കരയുകയാണ്. അതുപോലെ എത്രയോ അമ്മമാർ, ഞങ്ങളൊരു കളിത്തട്ടി വന്നിരുന്നു, അവിടെ പെൻഷൻ കിട്ടാതെ പരിതപം പറയുന്ന, പരിദേവനങ്ങൾ പറയുന്ന ആളുകൾ, ഒരു കർഷക തൊഴിലാളി പൊട്ടിക്കരയുന്നു. എത്രയോ ആളുകളുടെ കണ്ണീരിന് കണക്ക് പറയാതെ ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കേരളം ഇപ്രാവശ്യം കണക്ക് പറയിപ്പിക്കും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഒരുമിച്ച് പോയാൽ ഒരു സംശയവും വേണ്ട, അത്ഭുതം സംഭവിക്കുവാൻ കേരളം തയ്യാറെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ എതിർ സ്ഥാനാർത്ഥികളെ ഒന്നും കുറ്റം പറയുന്നില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, കുട്ടനാട്ട് ചെല്ലുമ്പോൾ കുടിവെള്ള ക്ഷാമമാണ്. രാജ്യം മുഴുവൻ ജൽജീവൻ പദ്ധതി വന്നു. ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ജൽജീവൻ പദ്ധതി നടപ്പിലാക്കാത്ത ഏക അസംബ്ലി മണ്ഡലമാണ് കുട്ടനാട്. രമ്പിയുടെ ഗുണമൊന്നും ഞാൻ പറയാണ്ടല്ലോ. എത്രയോ വർഷം, 7 വർഷമോ 9 തവണയോ ഒക്കെ MP ആയിരുന്ന ഒരു മഹാന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞ ഹൈമാക്സ് ലൈറ്റ് മാറ്റി ഇപ്പൊ ഉയര വിളക്കെന്നാ പറയുന്നത്. മറ്റേതിനെന്തോ കുഴപ്പം പറ്റുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇപ്പം ഉയര വിളക്കെന്നാ പറയുന്നത്. ഞാൻ പറയും, ഈ തട്ടിപ്പുകൾ ഈ രാജ്യം മുഴുവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ, ലോകത്തിന് മാതൃകയായ ഒരു രാജ്യം മാറുമ്പോൾ, ആ വലിയ നേട്ടം ലോകാരാധനായ മോദിജിക്കൊപ്പം സഞ്ചരിക്കുവാൻ കേരളം തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവരും ഞങ്ങളുടെ ഒക്കെ വിജയത്തിനായി ഇവിടെ മത്സരിക്കുന്ന തുഷാർജിയുണ്ട്, ശോഭേജിയുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ പിന്നെ ആരാണ്, ശ്രീ അനിൽ കെ ആന്റണി ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും വിജയത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. भारत माता के, भारत माता के. ഉറക്കെ വിളിക്കണം. വരണം വരണം മോദി സർക്കാർ. വരണം 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 വീണ്ടും വരണം. ഒരിക്കൽ കൂടി ഒന്നുകൂടി വിളിക്കാം. വരണം വരണം വീണ്ടും വരണം. ഒരിക്കൽ കൂടി. അടുത്തായിട്ട് സംസാരിക്കുന്നത് മുൻ രാജ്യസഭാംഗവും മുൻ MLAയും പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ അൽഫോൺസ് കണ്ണന്താനം അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ബഹുമാനപ്പെട്ട NDAയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, പ്രിയപ്പെട്ടവരെ, മോദിയുടെ ക്യാബിനറ്റില് ഒരു മന്ത്രിയായിരുന്നു എന്ന നിലയിൽ പറയട്ടെ, ലോക ചരിത്രത്തിൽ ലോകം കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ഒരു സംശയം, അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്, തീരുമാനങ്ങൾ കണ്ടിട്ടുണ്ട്. നേരത്തെയൊക്കെ പ്രധാനമന്ത്രിമാർ പല കാര്യങ്ങളും പറയുമായിരുന്നു. മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അവിടെ വന്നിരുന്ന് 5 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോവായിരുന്നു. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം ദിവസവും ഒരു 5-8 മീറ്റിംഗിലും കുറഞ്ഞു പങ്കെടുക്കും പ്രധാനപ്പെട്ട പദ്ധതികളെ പറ്റി. ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പദ്ധതിയെ പറ്റി എല്ലാം പഠിക്കും. അവിടെ വന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് പ്രസംഗിച്ചിട്ട് പോവുകയല്ല. അദ്ദേഹം ആ മീറ്റിംഗ് 2 മണിക്കൂറാണെങ്കിൽ ആ 2 മണിക്കൂറും അവിടെ ഇരുന്ന് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എക്സ്പേർട്ടുകളെല്ലാം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവസാനം തീരുമാനങ്ങൾ എടുക്കും. 1, 2, 3, 4 എന്ന് തീരുമാനങ്ങൾ എടുക്കും. ഇത്
പ്രഖ്യാപിക്കും. മോദിയുടെ ഗ്യാരണ്ടി ആയിട്ട് പ്രഖ്യാപിക്കും. പ്രിയപ്പെട്ടവരെ, ഗ്യാരണ്ടി. ഇത് ബാക്കി പാർട്ടികളുടെ ഗ്യാരണ്ടി പോണക്കല്ല. ഇലക്ഷന് മുമ്പായിട്ട് എല്ലാവരും മാനിഫെസ്റ്റോ ഇറക്കും, ഞങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും. പക്ഷേ മോദി പറയുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം ഇതാ ഗ്യാരണ്ടി ചെയ്യുന്നു, ഞാൻ നടപ്പാക്കുമെന്ന് പറയുന്ന ലോകത്തിലെ ഏക നേതാവാണ് നരേന്ദ്രമോദി. അതിന് തെളിവാണോ? ധാരാളം തെളിവുകളുണ്ട്. കോൺഗ്രസ്സുകാർ പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ പറയുമായിരുന്നു മോദിയുടെ സർക്കാർ ബൂട്ട് സൂട്ട് സർക്കാരാണെന്ന് പറഞ്ഞാൽ കാശുകാരുടെ സർക്കാരാണെന്ന്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ ആർക്കു വേണ്ടിയാണ് മോദി പൈസ ചെലവാക്കിയിരിക്കുന്നത്? ഭാരത സർക്കാർ മുടക്കിയിരിക്കുന്ന തുകയുടെ 75% കൂടെ പൈസയും മുടക്കിയിരിക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടിയാണ്. പാവപ്പെട്ടൊരു ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുന്ന പൈസയുടെ 75% മുടക്കിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ പ്രസംഗിച്ച നമ്മുടെ സ്ഥാനാർത്ഥി, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അനിൽ ആന്റണി കണക്കൊക്കെ പറഞ്ഞു. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക, 3 കോടി വീടുകൾ. അതിന്റെ ഭാഗമായി കേരളത്തിന് ധാരാളം വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ പേര് കൊടുക്കുന്നത് ലൈഫ് എന്തെന്നോ പിണറായി എന്നൊക്കെ ഏതാണ്ടാണ് പേര്, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ മോദിയുടെ പേര് കൊടുക്കൂല. ആയുഷ്മാൻ ഭാരത്, നേരത്തെയൊക്കെ ഒരു പ്രൈവറ്റ് ആശുപത്രി, നല്ല ആശുപത്രിയുടെ ഗേറ്റ് പോലും കടക്കാൻ അനുവാദമില്ല എന്ന പാവപ്പെട്ടവൻ ഇതാ പോകുന്നു. ഏതാണ്ട് 10 കോടി പാവപ്പെട്ടവർ ഇന്ത്യയില് ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നു. 5 ലക്ഷം വരെ കൊടുക്കുന്ന ആരാ? പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്ന്. കേരളത്തിന്റെ സ്ഥിതി എന്താ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആയുഷ്മാൻ ഭാരതിൽ ചികിത്സ തേടിയിരിക്കുന്ന 5 സംസ്ഥാനങ്ങളുടെ കൂടെയുണ്ട് കേരളം. അപ്പൊ കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല. ഇത് വരും നോർത്ത് ഇന്ത്യക്കാർ ഹിന്ദിയിൽ പറയുന്ന ഏതാണ്ട് പേരാണ്, അല്ല. ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ ഹൈവേ അത് കാശുകാരന് വേണ്ടി മാത്രമാണോ? ഏറ്റവും പാവപ്പെട്ടവന് സൈക്കിള് ഉന്തി നടക്കുകയും നടന്നു പോവുകയും വണ്ടി ഓടിക്കുകയും പാവപ്പെട്ടവന് ബസ് ഓടിക്കുകയും എന്ന ഹൈവേ ഇന്ത്യയില് കഴിഞ്ഞ 10 വർഷമായിട്ട് 90,000 കിലോമീറ്റർ ഉണ്ടാക്കിയില്ലേ? വെറും 11 കിലോമീറ്റർ മാത്രം ഒരു ദിവസം ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പൊ അത് 36 കിലോമീറ്റർ ആക്കിയിട്ടില്ലേ? നല്ല ഹൈവേ അല്ലേ? കേരളത്തിൽ ഇതാ തിരുവനന്തപുരം വരെ, ഇതാ കാസർഗോഡ് വരെ ഹൈവേ വരുന്നു, പണി തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ പണി തീർക്കാഞ്ഞത്? എന്തുകൊണ്ടാണ്? നമ്മുടെ ഇടതു സർക്കാരിന്റെയും വലതു സർക്കാരിന്റെയും കഴിവുകേട് കൊണ്ട്. സ്ഥലം എടുത്തു കൊടുക്കൂല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കായംകുളം മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ ലൈൻ ഡബിൾ ചെയ്യാൻ വേണ്ടി, സ്ഥലമെടുക്കാൻ വേണ്ടി കഴിഞ്ഞ 10-20 വർഷമായിട്ട് നടക്കുന്നില്ല. കാരണം എന്താ? 1.7 ഹെക്ടർ സ്ഥലം കിട്ടണം. അതിനു വേണ്ടി ഞാൻ അതിന് കളക്ടർമാരുടെ മീറ്റിംഗ് 3 പ്രാവശ്യം വിളിച്ചു. നടക്കൂല. കേരളത്തില് ഇവിടുത്തെ സർക്കാർ നടത്തിക്കൂല. പണ്ടൊക്കെ ഞാൻ കളക്ടറായിരുന്നപ്പോ PC ജോർജ് MLA ആയിരുന്നു, മിണ്ടുമിടുക്കനായ MLA, ജനങ്ങളുടെ സ്വരമായിരുന്ന PC ജോർജ്, നട്ടലുള്ള PC ജോർജ്. അന്ന് ഞാൻ കളക്ടറായിരിക്കും, MLA ഉണ്ട്. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ, ജനസമ്പർക്ക പരിപാടിയൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ കളക്ടർമാർ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നെന്താ? അവർക്കിതൊന്നും വേണ്ട. ജനസഭ, എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങള്, പ്രഖ്യാപനങ്ങൾ, അതിനപ്പുറത്തൊന്നും വേണ്ട. അതിനൊക്കെ കളക്ടർമാരെയും IAS-കാരെയൊക്കെ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, മോദി ഇതാ വാഗ്ദാനങ്ങൾ മാത്രമല്ല, കാര്യം ചെയ്യുന്നു. കുടിവെള്ളം ഇന്ത്യയിലെ ഏതാണ്ട് 19.5 കോടി വീടുകളിൽ കുടിവെള്ളം എത്തിക്കാനാണ് നമ്മുടെ പ്ലാന്. അതിനകത്ത് ഇപ്പൊ തന്നെ 10 കോടി വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയില്. പക്ഷെ കേരളത്തില് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, ഇതാ പൈപ്പ് വെച്ചിരുന്നത്. ഈ പദ്ധതിയില് പൈപ്പെല്ലാം കൂടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന കുഴികൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കേരളത്തിൽ. ഈ കുഴികൾ അവിടെ കിടക്കും. ആ പൈപ്പെല്ലാം കത്തിപ്പോയി. ഇവിടെ നടക്കൂല. UDF-ഉം LDF-ഉം ഭരിക്കുന്നിടത്തോളം കാര്യം ഇവിടെ നടക്കൂല. മാറ്റങ്ങൾ വരണം. ഇവിടെ മാറ്റങ്ങൾ വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ചെയ്ത് കാണിച്ചിരിക്കുന്ന, ഇന്ത്യയുടെ ചരിത്രത്തിലെ, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്ന മോദിയുടെ ഭരണം കേരളത്തിൽ വരണം. നമ്മുടെ ശബ്ദം ഇവിടെ കേൾക്കണം.
ഞാൻ ആന്റോ ആന്റണിയെ പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും ഞാൻ MP ആയിരിക്കുമ്പോഴും ആന്റോ ആന്റണി കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതാ. എന്താ പ്രിയപ്പെട്ടവർ ഇവിടെ നടന്നിരിക്കുന്നത്? ഞാൻ ഈ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാ, മണിമലക്കാരനാ. ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു ഭാഗമാണ്. എന്താ പ്രിയപ്പെട്ടവരെ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ MP സ്ഥാനത്തു നിന്ന് ഇറങ്ങിയിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ആന്റോ ആന്റണിയുടെ കഴിവ്. ഞാൻ MP സ്ഥാനം ഇറങ്ങി നാട്ടിൽ നിന്ന് 1-2 ആൾക്കാർ വന്നപ്പോൾ അവർക്ക് പാർലമെന്റ് മന്ദിരം കാണണമായിരുന്നു. അത് കാണണമെങ്കിൽ MP സ്പീക്കർക്ക് ഒരു ഫോമിൽ ഒരു കത്തൊപ്പിട്ട് കൊടുക്കണം. ഞാൻ ആന്റോയെ വിളിച്ചു, ആന്റോ ഞാനിപ്പോ MP അല്ലല്ലോ, ഒന്ന് സഹായിക്കുവോ? അവർക്ക് പാർലമെന്റ് മന്ദിരം കാണണം, വെറുതെ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ആന്റോ ഇങ്ങോട്ട് വിളിച്ചു, ആന്റോയുടെ POC ഇങ്ങോട്ട് വിളിച്ചു, പക്ഷേ നടന്നില്ല. വെറും ഒരു പാർലമെന്റ് കേന്ദ്രത്തിൽ ഒരു അതിഥിയെ കേട്ടുവിടാൻ പോലും കഴിവില്ലാത്ത ആളാണ് നിങ്ങളുടെ MP. കഴിഞ്ഞ വർഷം എന്താണ് നടന്നിരിക്കുന്നത്? പത്തനംതിട്ടക്കാരും മിടുക്കന്മാരല്ലേ, ഏറ്റവും മിടുക്കന്മാരല്ലേ കേരളത്തിലെ? പണ്ടൊക്കെ വിദേശത്ത് പോയി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരല്ലേ, ബുദ്ധിമാന്മാരല്ലേ? പക്ഷെ എന്താ നടന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയില്? പ്രിയപ്പെട്ടവരെ, മാറ്റങ്ങൾ വരുത്തണം. ചെറുപ്പക്കാരിവിടെ വേണം. മോദി പറയുന്ന ഈ നേതാവ്, അദ്ദേഹത്തിന്റെ ഭരണം കേരളത്തിൽ വരണം. അതിന് തുടക്കമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് തിരിച്ചു മോദി ഏതായാലും ഭരണത്തിൽ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അവിടെ നമ്മുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ വലിയ കാര്യങ്ങൾ നടക്കും. പത്തനംതിട്ട കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ജില്ലയായി മാറാൻ സാധിക്കും. പണ്ട് ഞാൻ കോട്ടയം കളക്ടറായിരുന്ന ആളാ, ഏകദേശം 4 വർഷത്തോളം. ഇന്ന് നീതി ആയോഗിന്റെ കണക്കുകൂട്ടലില് ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല കോട്ടയം മാത്രമാണ്. കോട്ടയം മാത്രം. വ്യത്യാസങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലൊക്കെ എത്രയോ കഴിവുള്ള മനുഷ്യരാണ് പത്തനംതിട്ടക്കാര്. നിങ്ങൾ മണ്ടന്മാരെ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് വിടുന്നതിന് പകരമായിട്ട് മണ്ടന്മാരെ 15 വർഷമായിട്ട് നമ്മൾ കണ്ടതല്ലേ, മാറ്റങ്ങൾ വരുത്തൂ. ചെറുപ്പക്കാരെ പാർലമെന്റിലേക്ക് വിടൂ. അവിടെ മോദി അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കും, പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴങ്ങും. ഇവിടെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് പത്തനംതിട്ടയിൽ നടത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ആ മാറ്റത്തിന് ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി, നമ്മുടെ വേദിയിലിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രൻ, നമ്മുടെ കേന്ദ്രമന്ത്രി മുരളീധരൻ, മാവേലിക്കര സ്ഥാനാർത്ഥി ബൈജു കലാശാല, സോറി ഞാൻ അദ്ദേഹത്തെ ഇതുവരെ പരിചയപ്പെട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഓർക്കാൻ പറ്റാതെ. ഇവരെ എല്ലാം ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിടണേ. മാറ്റത്തിന്റെ വലിയൊരു തുടക്കമായി ഈ പാർലമെന്റ് ഇലക്ഷൻ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അത് നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞയെടുത്ത്, ഒറ്റ കാര്യം കൂടി, പ്രതിജ്ഞയെടുത്ത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ പോരാ. ഇന്ന് മുതൽ അടുത്ത 1.5 മാസത്തേക്ക് അതിരാവിലെ എഴുന്നേറ്റു രാത്രി വരെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വീട് കയറി വെറുതെ വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ പോരാ. അവരോട് പറയണം എന്തുകൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യയുടെയും കേരളത്തിന്റെയും പത്തനംതിട്ടയുടെയും ഗ്യാരണ്ടി എന്ന് അവരെ ബോധിപ്പിച്ച് വോട്ട്